ഇന്നത്തെ വാർത്തകളിൽ ഉടനീളം കൊലപാതകത്തിന്റെ ചുടുചോരയാണ്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാൻ എത്തിയ മരുമകളാണ് പോലീസിനെ വിവരമറിയിച്ചത്. വിനയരാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്താണ് സംഭവിച്ചത്? MS ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചത്. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഭർത്താവ് തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. വട്ടപ്പാറ സ്വദേശികളായിട്ടുള്ള ബാലചന്ദ്രൻ, ജയകുമാരി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാൻ മരുമകൾ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ രണ്ട് മൃതദേഹങ്ങൾ കണ്ടതും തുടർന്ന് വട്ടപ്പാറ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് എത്തി ഈ ഇൻക്വസ്റ്റ് നടപടികളടക്കം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് പറയുന്നതനുസരിച്ച് ഈ ഭാര്യയായിട്ടുള്ള ജയകുമാരി കഴിഞ്ഞ 3 വർഷമായി പാർക്കിൻസൺ എന്ന രോഗം മൂലം കിടപ്പിലായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു എന്നാണ് പോലീസ് എന്തായാലും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും അന്വേഷണം അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവരുടെ ബന്ധുക്കൾ, മക്കൾ, അങ്ങനെയുള്ള സാധ്യതകൾ പോലീസ് ആരായുന്നുണ്ടോ? അതേപോലെ തന്നെ പാർക്കിൻസൺസ് രോഗബാധ വന്നു കഴിഞ്ഞാൽ ചലനശേഷി അടക്കമുള്ള കാര്യങ്ങളിലെ വലിയ തകർച്ചകൾ, അങ്ങനെ ജീവിതം മടുക്കലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടോ? പോലീസ് എന്തായാലും ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ രോഗം മൂലം ഭാര്യയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ട് ഈ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ബന്ധുക്കളുടെയും മക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി കുടുംബ പ്രശ്നം വല്ലതുമാണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഈ നാട്ടുകാർ പറയുന്നത് അനുസരിച്ചാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുടുംബമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ രോഗം ബാധിച്ച് കഴിഞ്ഞ 3 വർഷമായി കിടപ്പിലാണ്. ഇനി അതിന്റെ വല്ല അല്ലെങ്കിൽ രോഗം ബാധിച്ചത് മൂലം കിടപ്പിലായതുകൊണ്ടാണോ ഭർത്താവ് ഈ കൊലപാതകം നടത്തിയത് എന്ന രീതിയിലുള്ള പരിശോധനകളും എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുള്ള പരിശോധനകൾ അല്ലെങ്കിൽ തെളിവെടുപ്പിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബന്ധുക്കളുടെയും മറ്റും മൊഴികളടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം. MS ശരി, വിനയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇത് മാത്രമല്ല, നിരവധി കൊലപാതക വാർത്തകൾ ഇതിന് തൊട്ടുപിറകെ കാത്തു നിൽക്കുന്നുണ്ട്. ആ വാർത്തകൾ